നമസ്കാരം. മലയാളത്തിൻ്റെ താരരാജാവാണ് മോഹൻലാൽ. അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചും പ്രേക്ഷകർക്കറിയാൻ എന്നും താല്പര്യമേറെയാണ്. മോഹൻലാലിൻ്റെ ഭാര്യ സുചിത്ര മോഹൻലാൽ, പ്രണവ് മോഹൻലാൽ, അതുപോലെ തന്നെ മകൾ വിസ്മയ മോഹൻലാൽ, ഇവരുടെ വാർത്തകളെല്ലാം വളരെ പെട്ടെന്ന് ചർച്ചയാവാറുണ്ട്. വളരെ വലിയൊരു സെലിബ്രിറ്റിയുടെ മകനാണെങ്കിൽ പോലും അല്ലെങ്കിൽ മകളാണെങ്കിൽ പോലും ഭാര്യയാണെങ്കിൽ പോലും വളരെ ഡൗൺ ടു എർത്തായി നിൽക്കുന്ന കുടുംബമാണ് ഇവരുടേത്. പലപ്പോഴും മകൻ്റെയും മകളുടെയും വിശേഷങ്ങൾ പറഞ്ഞെത്താറുള്ളത് മോഹൻലാലിൻ്റെ ഭാര്യ സുചിത്ര മോഹൻലാൽ തന്നെയാണ്. സുചിത്ര മോഹൻലാൽ എന്ന് പറയുമ്പോൾ മോഹൻലാലിൻ്റെ ഭാര്യ എന്ന ഒരു പദവി മാത്രമല്ല, പ്രശസ്ത നടൻ മോഹൻലാലിൻ്റെ ഭാര്യയും ചലച്ചിത്ര നിർമ്മാതാവുമാണ് സുചിത്ര മോഹൻലാൽ. പ്രശസ്ത തമിഴ് നടനും നിർമ്മാതാവുമായ കെ ബാലാജിയുടെ മകൾ കൂടിയാണ് സുചിത്ര. 1998 പുറത്തിറങ്ങിയ കന്മദം, ഹരികൃഷ്ണൻസ് എന്നീ ചിത്രങ്ങൾ എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് സുചിത്ര മോഹൻലാലാണ്. പിറന്നു വീണപ്പോൾ മുതൽ ജീവിതകാലം മുഴുവനും സിനിമാ ലോകം ജീവിതത്തിന്റെ ഭാഗമായ വ്യക്തിയാണ് സുചിത്ര മോഹൻലാൽ. എന്നാൽ വെളിച്ചത്തിന്റെ മുന്നിൽ ഒരിക്കൽ പോലും സുചിത്ര വന്നിട്ടില്ല താനും. തമിഴ്നാട്ടിൽ നിന്നും മലയാളത്തിന്റെ മരുമകളായി എത്തിച്ചേർന്ന സുചിത്ര പ്രേക്ഷക ലക്ഷങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്ന അവരുടെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ ഭാര്യ എന്ന നിലയിൽ ആദരവ് നേടാറുണ്ട്. ചലച്ചിത്ര കുടുംബത്തിലെ മകളായിരുന്നിട്ട് മോഹൻലാലിന്റെ ഭാര്യയായതോടു കൂടിയാണ് സുചിത്രയ്ക്ക് മാധ്യമ ശ്രദ്ധ കൂടുതൽ കിട്ടുന്നത്. മോഹൻലാലിന്റെയും മക്കളുടെയും വിശേഷം കഴിഞ്ഞാൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് സുചിത്ര മോഹൻലാലിനെ കുറിച്ച് തന്നെയാണ്. എന്നാൽ സുചിത്രയ്ക്ക് തൻ്റെതായ എന്ന് പറയാൻ ഒരു സോഷ്യൽ ലൈഫില്ല. എന്നാൽ സുചിത്രയെ കണ്ടാൽ ഇന്നത്തെ നവമാധ്യമങ്ങളുടെ ഒരു തിരതള്ളൽ തന്നെ ഉണ്ടാകും. പ്രണവിന്റെ വിശേഷങ്ങളും വിവരങ്ങളും അറിയാനും വിസ്മയുടെ വിവരങ്ങൾ അറിയാനും പലരും ആശ്രയിക്കുന്നത് സുചിത്രയെ തന്നെയാണ്. സോഷ്യൽ മീഡിയ സജീവമാക്കാൻ ആരംഭിച്ചത് മുതൽ എല്ലാ ജന്മദിനത്തിലും സുചിത്രയ്ക്ക് മോഹൻലാലിന്റെയും മകളുടെയും വക ഒരു ജന്മദിന ആശംസ പതിവാവാറുണ്ട്. അമ്മ എന്നാൽ മക്കൾ രണ്ടുപേർക്കും പ്രിയപ്പെട്ടവളാണ്. എന്നാൽ പ്രണവ് അത്ര കണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാത്തത് കൊണ്ട് തന്നെ പോസ്റ്റുകളിലൂടെയുള്ള സ്നേഹപ്രകടനം കാണാൻ സാധ്യമല്ല. വളരെ വിരളമായി മാത്രമേ പ്രണവ് മോഹൻലാൽ നാട്ടിലുണ്ടാവുക പോലും ചെയ്യാറുള്ളൂ. എന്നാൽ വിസ്മയ അങ്ങനെയല്ല. എല്ലായ്പ്പോഴും അമ്മയുടെ ജന്മദിനത്തിൽ പോലും ഓരോ പോസ്റ്റ് എന്തായാലും മസ്റ്റാണ്. സിനിമയിൽ കണ്ട നായകനെ സ്വന്തം ജീവിതത്തിലും നായകനായി കിട്ടുന്ന അപൂർവ ഭാഗ്യത്തിനുടമ കൂടിയാണ് സുചിത്ര. 1988 സുചിത്ര മോഹൻലാലിന് ജീവിത സഖിയായി. തിരുവനന്തപുരത്തായിരുന്നു വിവാഹം. വില്ലൻ വേഷത്തിൽ കണ്ട ദേഷ്യം തോന്നിയെങ്കിലും പിന്നീട് നായിക വേഷങ്ങളോട് സുചിത്രയ്ക്ക് ഇഷ്ടം കൂടി. ആദ്യമായി നേരിൽ കണ്ട നിമിഷം മോഹൻലാലിന്റെ SKP അഥവാ സുന്ദരക്കുട്ടപ്പൻ എന്ന് ഇരട്ടപ്പേരിട്ട് വിളിച്ചയാളാണ് സുചിത്ര മോഹൻലാൽ. ഒരു അഭിമുഖത്തിൽ സുചിത്ര പറഞ്ഞ ഈ കഥയും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു. കുടുംബത്തിലെ ഓരോ വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നത് സുചിത്ര തന്നെയാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ കുടുംബത്തിൽ നിന്നും ഒരു പുതിയ വിശേഷം കൂടി പുറത്തു വന്നിരുന്നു. വിസ്മയ മോഹൻലാൽ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നു എന്ന വാർത്തയാണ് എത്തിയിരുന്നത്. 32-കാരിയായ വിസ്മയ ജൂഡ് ആന്റണിയുടെ സിനിമയിൽ നായികയായാണ് അരങ്ങേറ്റം കുറിക്കുന്നത്. പിന്നാലെ വിസ്മയെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമായിരുന്നു. നായികമാർക്കുണ്ടായിരിക്കേണ്ട ആകാരപടിവോ അതിശയിപ്പിക്കുന്ന സൗന്ദര്യമോ വിസ്മയിൽ കാണാൻ കഴിയുന്നില്ലെന്നാണ് ഒരു പക്ഷം ഉണ്ടായിരുന്നത്. പക്ഷേ മോഹൻലാലിൻ്റെ മകൾ വിസ്മയ സിനിമാ ലോകത്തേക്ക് എത്തുമ്പോൾ നിരവധി ആകാംക്ഷകളാണ് പ്രേക്ഷകർക്കുള്ളത്. ആശീർവാദ് സിനിമാസിൽ 37ാമത്തെ ചിത്രത്തിൽ നായികയായിട്ടാണ് വിസ്മയുടെ അരങ്ങേറ്റം. ജൂഡ് ആന്റണിയുടെ ചിത്രത്തിലേക്കാണ് എത്തുന്നത്. പ്രണവിന് പിന്നാലെയാണ് വിസ്മയും സിനിമയിലേക്ക് എത്തുന്നത്. സിനിമയിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞ് മാറി നിന്നവരാണ് പ്രണവും വിസ്മയും. എന്നാൽ സജീവമല്ലെങ്കിലും ഇടയ്ക്കിടെ വന്ന് ചില സിനിമകൾ ചെയ്ത് പോകുന്നുണ്ട് പ്രണവ്. സിനിമ പോയിട്ട് പൊതുപരിപാടികളിലോ ചടങ്ങുകളിലോ ഒന്നും വിസ്മയ ഇതുവരെയും മുഖം കാണിച്ചിട്ടില്ല. യാത്രകളോടായിരുന്നു പ്രിയം. വിസ്മയ ആയോധന കലകളിൽ പ്രാവീണ്യം നേടിയിരുന്നു. എഴുത്തിലും സജീവമാണ്. ഗ്രെയിൻസ് ഓഫ് സ്റ്റാർഡസ്റ്റ് എന്ന പുസ്തകം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. എന്തായാലും വിസ്മയുടെ സിനിമ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ വിസ്മയുടെ ഈ ഒരു വിഷയത്തെക്കുറിച്ചും വിശേഷങ്ങളെക്കുറിച്ചും ആരെങ്കിലും ഒന്ന് സംസാരിച്ചാൽ കൊള്ളാം എന്നുള്ള ഒരു താല്പര്യത്തിൽ തന്നെയായിരുന്നു പ്രേക്ഷകർ. കാരണം കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളും അറിയാനുള്ള കാത്തിരിപ്പിലായിരുന്നു. പക്ഷേ മോഹൻലാലോ അല്ലെങ്കിൽ പ്രണവിനെ പൊതുവേ നമ്മൾ കാണാറില്ല. അങ്ങനെ ആരെങ്കിലും സുചിത്രയോ ഒന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് മലയാളികൾ കാത്തിരുന്നത്. എന്തായാലും അതിനൊരു സാഹചര്യം ഒത്തു വന്നിരിക്കുകയാണ്. തുടക്കം എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ പേര് പോലെ തന്നെ തുടക്കം ഗംഭീരമാക്കാനുള്ള പുറപ്പാടിലാണ് വിസ്മയ മോഹൻലാൽ. എന്നാൽ ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് നടന്നുവെങ്കിലും ഇതുവരെയും വിസ്മയ മറുപടികളൊന്നും നൽകിയിരുന്നില്ല. മുൻപൊരിക്കൽ മക്കളെക്കുറിച്ച് പറഞ്ഞ സുചിത്രയുടെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ആദ്യം പ്രണവിനെ കുറിച്ചാണ് പറയുന്നത്. മോന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കറങ്ങി നടക്കാൻ. തട്ടുകടയിലെ ചായ കുടിക്കാനും വീടിൻ്റെ അടുത്തുള്ള പീടികയിൽ പോകാനൊക്കെ ഇഷ്ടമുള്ള ആളാണ് പ്രണവ് എന്ന് സുചിത്ര പറയുന്നുണ്ട്. ചായ കുടിക്കാനാണോ സിഗരറ്റ് വാങ്ങാനാണോ പോകുന്നതെന്ന് അറിയില്ലെന്നും സുചിത്ര പറയുന്നുണ്ട്. വീട്ടിലുള്ളപ്പോൾ മ്യൂസിക്കാണ് അവന് ഏറെ ഇഷ്ടം. അപ്പോൾ വന്നിട്ട് എന്താ സിനിമ ചെയ്യാത്തതെന്ന് ചോദിക്കും. അവന് ഇഷ്ടമില്ലാത്തത് അല്ല, അവന് ഇഷ്ടമാണ്. പക്ഷേ അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നോവൽ എഴുതുന്നുണ്ട്. അവൻ മ്യൂസിക് ആൽബം സുഹൃത്തുക്കളുമായി ചേർന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ റോക്ക് ക്ലൈമ്പിങ്ങിന് പോവും. പിന്നെ ട്രക്കിംഗ്. അങ്ങനെ എല്ലാം ബാലൻസ് ചെയ്തിട്ടാണ് അവൻ പോകുന്നത്. വീട്ടിലുള്ളപ്പോൾ സാധാരണയായി മ്യൂസിക്കിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ബീച്ചിൻ്റെ അടുത്താണ്, അവിടെ നീന്താൻ പോകും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു.
നിൽക്കുന്ന ഒരാളാണ് പ്രണവ് മോഹൻലാൽ എന്ന് പറയുന്നത് എന്നാണ് സുചിത്ര പറയുന്നത്. അടുത്തത് വിസ്മയെക്കുറിച്ച് പറയുന്നത്, മോൾക്ക് എഴുത്തിനോടാണ് വലിയ കമ്പമാണ്. ചെറിയ ചെറിയ എഴുത്തുകൾ അവൾ കുറിച്ചിടും. അങ്ങനെ അപ്പുവാണ് ബുക്ക് ഇറക്കിക്കൂടെ എന്ന് ചോദിച്ചതും ബുക്ക് ഇറക്കുന്നത്. പിന്നെ അവൾ നന്നായി വരയ്ക്കും. അവൾ ഭയങ്കര ക്ലോസ് ആണ്. അവൾക്ക് സിനിമ ഇഷ്ടമാണ്. ഞാൻ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് ഇടയ്ക്ക് പറയും. പക്ഷേ എനിക്ക് അറിയില്ല എന്താകുമെന്ന്. എനിക്ക് ആഗ്രഹമുണ്ട്, പറയാറുണ്ട്. ഇനി അതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോകട്ടെ, തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ ഇടയ്ക്കിടെ പറയും, നോക്കാം, നല്ല അവസരങ്ങൾ വന്നാൽ നമുക്ക് ട്രൈ ചെയ്യാം. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ. സുചിത്ര പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. കവിത എഴുത്തിലും തായ് മാർഷൽ ആർട്സിലും മാത്രം താല്പര്യം കാണിച്ചിരുന്ന നടൻ മോഹൻലാലിൻ്റെ മകൾ വിസ്മയ ഒരിക്കൽ പോലും സിനിമ ലക്ഷ്യം വെച്ചിരുന്നില്ല. പക്ഷേ ഒരു താല്പര്യം ഉണ്ടായിരുന്നെന്ന് സുചിത്ര പറഞ്ഞതിലൂടെ മനസ്സിലായി. പ്രണവിനും വിസ്മയയ്ക്കും അവരുടെ സ്വപ്നങ്ങളിലൂടെ എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കാൻ അനുവാദം നൽകിയവരാണ് അവരുടെ മാതാപിതാക്കളും. അച്ഛൻ്റെ വഴിയും അമ്മയുടെ വഴിയും സിനിമാ പാരമ്പര്യവും അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാവാം ഒടുവിൽ സിനിമ അവരിലേക്ക് ഒഴുകിയെത്തുന്നത്. തായ് മാർഷൽ ആർട്സിൽ വിദഗ്ധയായ വിസ്മയയ്ക്ക് ആ നിലയ്ക്ക് പെർഫോം ചെയ്യാനാകുന്നത് ഒരു കഥാപാത്രമായതുകൊണ്ടാവാം ജൂഡ് വിസ്മയിലേക്ക് എത്തിയതും വിസ്മയ ഈ കഥാപാത്രം സ്വീകരിച്ചതും. മലയാള സിനിമയിൽ ഏറ്റവും നന്നായി ആക്ഷൻ ചെയ്യുന്ന നായകനാണ് മോഹൻലാൽ. മകൻ പ്രണവാണെങ്കിലും ആക്ഷൻ ചെയ്ത് കയ്യടി നേടിയാണ് സ്റ്റാർ ആയത്. വിസ്മയ മോഹൻലാലും ആക്ഷൻ വിസ്മയം സൃഷ്ടിച്ചാൽ മലയാള സിനിമയിൽ അതൊരു പുതുമ തന്നെയാവും. മലയാളത്തിൽ ആക്ഷൻ ചെയ്ത വാണി വിശ്വനാഥ് പോലും വളരെ വൈകിയാണ് അത്തരം കഥാപാത്രങ്ങളിലേക്ക് എത്തിയെങ്കിൽ വിസ്മയ തുടക്കത്തിൽ തന്നെ ആക്ഷൻ സീക്വൻസുമായാണ് വരുന്നത്, അതും ഒറിജിനാലിറ്റിയോടെ. എന്തായാലും മലയാള സിനിമയിൽ മോഹൻലാൽ എന്ന നാമം ഒരു വികാരമാണ്. അദ്ദേഹത്തിന്റെ മകൾ വിസ്മയ മോഹൻലാലിന്റെ സിനിമാ പ്രവേശനം വലിയ ചർച്ചയ്ക്കും ആകാംക്ഷയ്ക്കും വഴി തുറക്കുകയാണ്. ലാലിന്റെ കുടുംബജീവിതം പൊതുജനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും വിസ്മയുടെ പല കലാപരമായ കഴിവുകളും ആരാധകർക്ക് പരിചിതമാണ്. ഇംഗ്ലണ്ടിലെയും അമേരിക്കയിലെയും സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസം നേടിയ വിസ്മയ സാഹിത്യത്തിലും തിയേറ്ററിലും ആഴമാർന്ന അഭിരുചി പുലർത്തിയിട്ടുണ്ട്. ആയോധന കലകളിലും വിദഗ്ധയാണ്. ചെറുപ്പം മുതൽ നാടക നടനം, ഡാൻസ്, എഴുത്ത് തുടങ്ങിയ മേഖലകളിൽ വിസ്മയ സജീവമായിരുന്നു. 2017 മോഹൻലാലിന്റെ വ്ളോഗിൽ പ്രത്യക്ഷപ്പെട്ട വഴികൾ തീരാത്ത യാത്ര എന്ന കവിതയുടെ വിസ്മയ ഒരു എഴുത്തുകാരിയായി ശ്രദ്ധിക്കപ്പെട്ടു. ആത്മീയതയും സംവേദനശേഷിയും നിറച്ച കവിതകൾ ലളിതമായ ഭാഷയിൽ തന്റെ ആന്തരിക ലോകം തുറന്നു കാട്ടുന്നു. വിസ്മയുടെ സിനിമാ പ്രവേശനം അനുഷ്ക ശർമ്മ, സായി പല്ലവി, പാർവതി തിരുവോത്ത് എന്നിവരെ പോലെ തങ്ങളുടെ പാത സ്വയം തെരഞ്ഞെടുത്ത സ്ത്രീ കഥാപാത്രങ്ങൾക്കായുള്ള പുതിയ വേദിയായി ഇത് മാറുമോ എന്നതാണ് ചോദ്യവും പ്രതീക്ഷയും. അപ്പന്റെ പേര് മോഹൻലാൽ എന്നത് ആയതുകൊണ്ടോ, മമ്മൂട്ടി എന്നത് ആയതുകൊണ്ടോ, സുരേഷ് ഗോപി എന്നതായതുകൊണ്ടോ, സുകുമാരൻ എന്നതായതുകൊണ്ടോ, ജയറാം എന്നതായതുകൊണ്ടോ ഇവരുടെ മക്കൾക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം പാടില്ല എന്നും മറ്റും വെച്ച് കീറുന്നതിന്റെ കാരണം മനസ്സിലാവുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഒരു നെപ്പോ കിഡ് എന്ന രീതിയിൽ തന്നെയാണ് വിസ്മയ മോഹൻലാൽ ഒരു സിനിമയിലേക്ക് എത്തുമ്പോൾ പറയുന്നത്. ഇപ്പോൾ താരപുത്രന്മാരും മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുക തന്നെയാണ്. അപ്പോൾ അവരെല്ലാം സിനിമയിലേക്ക് വരുമ്പോൾ ഇതൊരു നെപ്പോ കിഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ അത് അങ്ങനെയല്ല. അവരുടെ കഴിവനുസരിച്ച് തന്നെയാണ് അവർ ഇന്ന് മലയാള സിനിമയിൽ നിലനിൽക്കുന്നത്. അപ്പൻ്റെ പാത മക്കൾ പിന്തുടരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നല്ലതാണ്. അപ്പൻ്റെയും അമ്മയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെ മെറിറ്റ് അനുഭവിക്കാത്തവരായി അധികം പേരുണ്ടാവില്ല. വിസ്മയ മോഹൻലാലിനെ നെപ്പോ കിഡായി ട്രോൾ ചെയ്യുന്നവർ ഇത് ആലോചിച്ച് നോക്കണം. പാരമ്പര്യം കൊണ്ട് മാത്രം ആർക്കും ഒരു മേഖലയിലും അധികം നിൽക്കാൻ കഴിയില്ല. അതിന് കഴിവ് വേണം. കഴിവുണ്ടെങ്കിൽ എത്ര കാലം വേണമെങ്കിലും നിൽക്കും. സിനിമയിൽ പ്രത്യേകിച്ചും ദുൽഖറും പൃഥ്വിയും കാളിദാസും പ്രണവും കഴിവുള്ളവരായതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇവിടെ സിനിമകൾ ചെയ്യുന്നത്. വളർച്ചയുടെ വലിപ്പം കമ്മിറ്റ്മെന്റ് പോലെ ഉണ്ടാവും. വിസ്മയ മോഹൻലാലിന് കഴിവുണ്ടെങ്കിൽ തുടക്കം കഴിഞ്ഞും ഇവിടെ തുടരുമെന്നാണ് പൊതുവെ പ്രേക്ഷകർ പറയുന്നത്. പ്രണവ് മോഹൻലാൽ, കല്യാണി പ്രിയദർശൻ തുടങ്ങിയവർ സിനിമയിൽ അരങ്ങേറിയപ്പോൾ മുതൽ വിസ്മയും വെള്ളിത്തിരയിലേക്ക് വരുമോ എന്ന ചോദ്യമാണ് ഉയർന്നിരുന്നത്. എന്നാൽ ഇതിനാണ് ഇപ്പോൾ ഉത്തരമായത് എന്ന് തന്നെ പറയാം. അങ്ങനെ മോഹൻലാലിന്റെയും സുചിത്രയുടെയും മകൾ ചിത്രകാരിയും കവയിത്രിയുമായ വിസ്മയ മോഹൻലാൽ വെള്ളിത്തിരയിൽ എത്തുകയാണ്. സഹോദരൻ പ്രണവിന് പിന്നാലെയാണ് വിസ്മയും സിനിമയിലേക്ക് എത്തുന്നത്. കലാകവിത താല്പര്യമുള്ള വിസ്മയ കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഗ്രെയിൻസ് ഓഫ് സ്റ്റാർഡസ്റ്റ് ആണ് അവരുടെ ആദ്യ പുസ്തകം. തായ് ആയോധന കല അഭ്യസിച്ച വിസ്മയ ഇതിന്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു. ജൂഡ് ആന്റണി ഇത് സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയായിരുന്നു: അന്ന് ഇതൊരു നിയോഗമായി കാണുന്നു. എൻ്റെ ലാലേട്ടൻ്റെയും സുചിത്ര ചേച്ചിയുടെയും പ്രിയപ്പെട്ട മായയുടെ ആദ്യ സിനിമ എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ ഞാൻ കണ്ടതാണ് ആ കണ്ണുകൾ നിറഞ്ഞ സന്തോഷവും പ്രതീക്ഷയും. നിരാശപ്പെടുത്തില്ല ലാലേട്ട, ചേച്ചി. കൂടുതൽ അവകാശവാദങ്ങളൊന്നുമില്ല. ഒരു കുഞ്ഞു സിനിമ. എന്നും എൻ്റെ മനസ്സ് പറയുന്ന സിനിമകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇന്നും അങ്ങനെ തന്നെ. ആന്റണി ചേട്ട, ഇതൊരു ആന്റണി ജൂഡ് തുടക്കമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. പ്രിയ പ്രേക്ഷകർ കൂടെ നിൽക്കുന്ന പ്രതീക്ഷയോടെ എന്ന് പറഞ്ഞാണ് ജൂഡ് ആന്റണി ഒരു പോസ്റ്റ് പങ്കുവച്ചത്. എന്തായാലും ആ ഒരു സിനിമയ്ക്കായി എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി.